7 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം വീട് 36 ലക്ഷം രൂപയ്ക്ക്, അത് വെറും 5 മാസത്തിനുള്ളിൽ. ആ വീടിന്റെ വിശേഷമാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി ഒരു സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ വലതുവശത്ത് പോളികാർബണേറ്റ് ഷീറ്റ് വെച്ചിട്ട് കാർ പോർച്ചും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ അത് കണ്ടു, നല്ല നാച്ചുറൽ സ്റ്റോണൊക്കെ വിരിച്ച് മുറ്റം നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഉള്ളോട്ട് കയറുമ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, അതിന് മുകളിലേക്ക് വളരാനായിട്ടുള്ളൊരു സ്പേസ് പോലെ തന്നെ അവിടെ നിന്ന് നല്ലൊരു വെളിച്ചം കിട്ടുന്ന പോലെ തന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ വീട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വീടിന്റെ ഡിസൈനിന് മാച്ച് ആയിട്ട് തന്നെയാണ് ഇതിന്റെ വിൻഡോസ് എല്ലാം ചെയ്തിട്ടോ. മരത്തിന്റെ വിൻഡോസ് ഒന്നും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഏരിയ കൊടുത്തുകൊണ്ട് തന്നെ ഒരു ചെടികളൊക്കെ വളർത്തി കഴിഞ്ഞാൽ വീടിന്റെ ഭംഗി ഒന്നും കൂടി കൂടുന്നുണ്ട്. ഇപ്പോൾ വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഉള്ളത്. വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി ഗ്രാനൈറ്റിലാണ് സ്റ്റെപ്പൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഉള്ളോട്ട് കയറുമ്പോൾ ടൈല് കൊടുത്തിരിക്കുന്നത് ഓഫ് വൈറ്റ് കളറുള്ള 4x2 ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് കറക്കുമ്പോൾ തന്നെ ഒരു 60-40 സ്പ്ലിറ്റ് ചെയ്ത മെയിൻ ഡോറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ലിവിങ് കണ്ടില്ലേ, നല്ല വലുപ്പമുള്ളൊരു ലിവിങ്, അതിന് മാച്ച് ആയിട്ടുള്ള ഒരു എൽ ഷേപ്പ് കോർണർ സോഫ. പിന്നെ ഇന്റീരിയർ ഒക്കെ നോക്ക്, മുകളിൽ ജിപ്സം വർക്കും അതുപോലെ തന്നെ പ്രൊഫൈൽ LED ലൈറ്റൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയ ഒരു ഇന്റീരിയറുമാണ് ഈ വീടിനുള്ളത് കേട്ടോ. അപ്പോൾ വീടിന് ലിവിംഗ് കം ഡൈനിങ് എന്നുള്ള രീതിയിലാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ. അപ്പോൾ നമ്മുടെ ഇന്റേണൽ കോർട്ട്യാർഡിലേക്ക് പോകുന്നതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ പൂജാ ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഇന്റേണൽ കോർട്ട്യാർഡും നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വീടിന്റെ ഡൈനിങ് ഏരിയയിലാണ് കേട്ടോ. ഡൈനിങ് ഏരിയ കണ്ടല്ലേ, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെ ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട്. ഇവിടെ ബാക്ക് സൈഡിൽ ഡൈനിങ്ങിന്റെ ബാക്ക് സൈഡിൽ ഒരു ബെഞ്ച് സീറ്റ് നൽകിയിരിക്കുന്നത് കേട്ടോ. അവിടെ കംഫർട്ട് ആയിട്ട് തന്നെ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. പിന്നെ ഇനി വാഷ് ഏരിയ നോക്കുകയാണെങ്കിൽ വാഷ് ഏരിയൻ്റെ ഒക്കെ ഒരു കളർ കോമ്പിനേഷൻ കണ്ടില്ലേ, നല്ലൊരു ബ്ലാക്ക് വാഷ് ബേസിനാണ് ഇവിടെ നൽകിയത്. അതിൽ തന്നെ ഗോൾഡൻ ടച്ചുള്ള ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ LED ലൈറ്റ് വരുന്ന ഒരു മിറർ യൂണിറ്റുമാണ് ഇവിടെ നൽകിയത്. അപ്പം ഞാനിപ്പോൾ വീടിന്റെ കിച്ചൺ ഏരിയയിലാണ്. കിച്ചൺ ഏരിയയിൽ തന്നെ നല്ല വലുപ്പമുള്ള ഒരു ഓപ്പൺ കിച്ചണാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും പിന്നെ അതുപോലെ തന്നെ കിച്ചന്റെ നമ്മുടെ സ്ലാബ് മുഴുവൻ നല്ല ഗ്രാനൈറ്റിലാണ് തീർത്തിരിക്കുന്നത്. അതേപോലെ കബോർഡ്സ് മുഴുവൻ ഒരു ഗ്രേന്റെയും അതുപോലെ തന്നെ വൈറ്റിന്റെയും കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിലെല്ലാം ലാമിനേറ്റഡ് ഷീറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇനി ചെറിയൊരു വർക്ക് ഏരിയ വീടിന് നൽകിയിട്ടുണ്ട്. അപ്പം ഞാനുള്ളത് വീടിന്റെ ബെഡ്റൂമിലാണ് കേട്ടോ. ബെഡ്റൂമിന്റെ ഒരു ഡിസൈനൊക്കെ ഉണ്ടല്ലേ, നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുകളിലുള്ള ആ ഒരു ഇന്റീരിയർ വർക്കും ബാക്കിലെ ലാമിനേറ്റഡ് ഷീറ്റും ഹെഡ് അപ്പ് ഏരിയയും മൊത്തം നല്ലൊരു വെറൈറ്റി ടച്ച് കൊടുക്കാൻ ടീം ഹൈലൈന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വീടിനോട് യോജിച്ച രീതിയിലുള്ള ഒരു വാർഡ്രോബ്സ് ആണ് നൽകിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ വാഷ്റൂം ഏരിയ അവിടെ തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ പോലെ തന്നെ നൽകിയിട്ടുണ്ട്. വാഷ്റൂം ഏരിയ കാണാം. വീടിന്റെ കളറിനോട് മാച്ചായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോറിനോട് മാച്ചായിട്ടുള്ള ടൈലാണ്, വെർട്ടിഫൈഡ് ടൈലാണ് ബാത്റൂമിന്റെ വാളിനെല്ലാം നൽകിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് ഫീലിൽ വരുന്ന ഒരു വെർട്ടിഫൈഡ് ടൈല്, അതും മാറ്റ് ഫിനിഷിലാണ് കേട്ടോ. 2x4 മാറ്റ് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളിനിപ്പോൾ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ തന്നെ വീടിന്റെ ഹാൻഡ് റെയിൽ എല്ലാം കണ്ടില്ലേ, എല്ലാം വുഡനിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ GI പൈപ്പാണ് താഴെ സപ്പോർട്ടിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ നല്ല ലെപ്പോത്ര ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിന് നല്ലൊരു ഗ്രിപ്പുള്ള ടൈപ്പ് ഒരു ഗ്രാനൈറ്റ് ആണിത്. അപ്പോൾ നമ്മൾ താഴെ കണ്ട പോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള 2 ബെഡ്റൂമാണ് മുകളിൽ. അപ്പോൾ ഇത് വീട്ടിൽ ഓൾറെഡി ഓക്യുപ്പൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബെഡ്റൂംസ് ഇനി കവർ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് മുകളിലത്തെ ഒരു അപ്പർ ലിവിംഗ് ഏരിയ ആണ്. ഇതെന്ന് വെച്ചാൽ കൂടുതൽ സ്പേസ് ബെഡ്റൂമിന് നൽകാൻ വേണ്ടിയിട്ട് അപ്പർ ലിവിംഗ് ഏരിയ മാക്സിമം കുറച്ചിട്ടാണ് ടീം ഹൈലൈൻ ഇത് ഡിസൈൻ ചെയ്ത് കൊടുത്തത്. അപ്പൊ ഈ വീട് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും പെട്ടെന്ന് ചെയ്തു കൊടുത്തത് നമ്മുടെ ഹൈലൈൻ കൺസ്ട്രക്ഷൻ കാലിക്കറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവര് ഓൾ കേരള വീടുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന എടുത്തു. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സിസൽ അലോങ് വിത്ത് ഷാക്കിർ സൈനിങ് ഓഫ്.